നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് ഞങ്ങളുടെ പാലക്കാടിലെ കോങ്ങാട് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ മൊത്തം വന്നിട്ട് 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വഴി വന്ന് ഇതാണ്. ഇത് വന്നിട്ട് മെയിൻ ഗേറ്റാണ്. ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്ന ആളാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് കോങ്ങാട് എത്തിയിട്ട് കോങ്ങാട് നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ വഴിക്ക് പെരിങ്ങോട് വരേണ്ട സ്ഥലമുണ്ട്. അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ വ്യത്യാസമാണ് നമ്മുടെ ഈ വീട്ടിലേക്ക്. വീട് വന്നിട്ട് ധാരാളം സ്ഥല സൗകര്യം ഉള്ളതാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു 2-3 വണ്ടികൾക്ക് ധാരാളം നിർത്തുന്നത്ര സ്പേസ് ഉണ്ട്. ഈ ഉമ്മാർത്ത് വന്നിട്ട് അത്യാവശ്യം ഗാർഡനിങ് ഏരിയ, നല്ല രീതിക്കുള്ള കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വീട് വന്നിട്ട് കാണാൻ നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ്. മൊത്തം 4 ബെഡ്റൂം ഉണ്ട് നമ്മുടെ ഈ വീട്ടിലേക്ക്. ഈ 4 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് പടിഞ്ഞാറ് ഫേസാണ്. ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ട് ഭാഗം. ഉമ്മാർത്തുള്ള സിറ്റ് ഔട്ട് ഭാഗം ഇങ്ങനെയാണുള്ളത്. ഈ വീട്ടിന് ചുറ്റിലും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്ഥല സൗകര്യങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം 75ഓളം കവുങ്ങ് മരങ്ങളുണ്ട്. വീട്ടാവശ്യത്തിന് വേണ്ട തെങ്ങൊക്കെ ഉണ്ട്. അത്യാവശ്യം ഗാർഡനിങ്ങൊക്കെ നല്ലപോലെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെയുണ്ടെന്ന് കാണാം. ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള പൂച്ചെടികളും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ട മരമൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതാണ്. നമ്മളുടെ ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ നമ്മളുടെ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്. ഏകദേശം 75ഓളം കവുങ്ങ് മരങ്ങൾ ഇതിലുള്ളതാണ്. ഇവിടെ വന്നിട്ട് പഴയ ഒരു തൊഴുത്ത് ഇവിടെ കെട്ടാനുള്ള ഏർപ്പാടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലാസ്റ്റ് വരെ നമ്മളുടെ സ്ഥലം ഉണ്ട് ഇവിടെ. അതുകൂടാതെ വീട്ടിൻ്റെ പുറകു വശത്ത് വരുന്ന സമയത്ത് ഇവിടെയും പഴയ ഒരു പശുവിൻ്റെ ഒരു തൊഴുത്തായിരുന്നു ഇത്. ആ സ്ഥലത്തിൽ ഇപ്പോൾ വന്നിട്ട് പശുക്കളൊന്നുമില്ല. ഇവിടെ വന്നിട്ട് കുറച്ച് കോഴികളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അതേപോലെ വീട്ടിൻ്റെ പുറകു വശമായിട്ട് അതവിടെ കാണുന്നത് ആട് വളർത്താനുള്ള ഒരു ഷെഡാണ് അവിടെ. ഇതൊക്കെ മുമ്പ് അവരൊന്ന് വളർത്തിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവർ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ നിൽക്കുകയാണ്. അതേപോലെ ഈ വീടിൻ്റെ പുറകു വശം വരുന്ന സമയത്ത് ഇത്രയ്ക്ക് നമുക്ക് വന്നിട്ട് സ്ഥല സൗകര്യമുണ്ട്. ഇവിടെ ആരെങ്കിലും ലേബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള ചെറിയൊരു വീടായിട്ട് ഇതൊന്ന് കൊടുക്കാൻ പറ്റും. അവർക്ക് വേണ്ട ബാത്റൂം അപ്പുറത്തുണ്ട്. ഇവിടെ വന്നിട്ട് ചെറിയ സ്റ്റോർ റൂം വേറെയും കൂടി നമുക്ക് ഉള്ളതാണ്. അതേപോലെ റബ്ബറൊക്കെ വെച്ച് പുകയിടുന്ന റൂം ഈ റൂമാണ്. റബ്ബറിന് പുകയിടുന്ന റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ധാരാളം സ്പേസിയസ് ആയിട്ടാണ് നമ്മളുടെ വീട് ഉള്ളത്. പിന്നെ മുകളിൽ കയറുന്ന സ്റ്റെപ്സൊക്കെ വീടിൻ്റെ പുറകിൽ കൂടെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ വീടിൻ്റെ സൈഡിൽ കൂടെ ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള ചെറിയ തോതിലുള്ള ഗാർഡനിങ് ഉണ്ട്. ഇതവിടെ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ടായ ചക്കയാണ്. ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള ചെറിയ തോതിലുള്ള ഗാർഡനിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 4 ഭാഗത്തും ചുറ്റുമതിൽ നന്നായിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും വീടുകൾ ധാരാളം ഉള്ളതാണ്. മുമ്പിൽ വന്നിട്ട് ഒരു റബ്ബർ തൊടിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിക്കുള്ള
തണുപ്പും കാര്യങ്ങളും എല്ലതും ഉള്ള ഒരു നല്ലൊരു ഏരിയയാണ് ഈ ഏരിയ. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം. ഇതാണ് നമ്മളുടെ സിറ്റൗട്ട് ഭാഗം. ഇവിടെ വന്ന വഴിക്ക് കുറച്ച് പേർക്ക് സമാധാനത്തിരിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥല സൗകര്യം നന്നായിട്ടുണ്ട്. ഈ കാർ പോർച്ചൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ്. ഫുൾ ആൻഡ് ഫുൾ തേക്ക് മരത്തിൽ പണിത നല്ല ഒരു ഡോറാണ് ഉള്ളത്. വീട് വന്നിട്ട് മൊത്തം 12 വർഷം പഴക്കമുണ്ട്. പക്ഷേ വീടിൻ്റെ മെയിൻ്റനൻസ് കാണുന്ന സമയത്ത് ആ പഴക്കം തോന്നില്ല. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഈ വീട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. നമ്മുടെ വീട് വന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഇതിൽ അത്യാവശ്യം കബോർഡ് കാര്യങ്ങളില്ലെന്ന് വന്നിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താമസിക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു വർക്കും ഉണ്ടാകില്ല. ഡയറക്റ്റ് അവേ വന്ന വഴിക്ക് താമസിക്കുന്ന രീതിക്കുള്ള സെറ്റപ്പാണ് ഉള്ളത്. മൊത്തം 4 ബെഡ്റൂമുണ്ട്. ഈ 4 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഓരോ ബെഡ്റൂമും. ഇതിൽ കബോർഡ്സൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് അവരൊന്ന് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ്. ഈ ഭാഗത്ത് ഡൈനിങ് ടേബിൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ഭാഗത്തും സെൽഫ് വേണ്ട രീതിക്ക് വെച്ചിട്ടുണ്ട് അവർ. ഇത് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും സെൽഫും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. ഇത് ഈ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ലാഫ്റ്റിംഗ് സ്പേസൊക്കെ നന്നായിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസസ് നന്നായിട്ടുണ്ട്. അതേപോലെ ഇത് വന്നിട്ട് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച് വന്നിട്ടില്ല. മൊത്തം വന്നിട്ട് 4 ബെഡ്റൂമുണ്ട്. 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡും 1 ബെഡ്റൂം ബാത്ത് ഇല്ലാത്തതും കൂടിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ റൂമിലും കബോർഡ്സൊക്കെ നന്നായിട്ട് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 6 പേർക്ക് ഇരിക്കുന്നത്ര ഡൈനിങ് ടേബിളും കാര്യങ്ങളും എല്ലതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഉള്ളിൽ ചെയ്തിട്ടുള്ള 3 ഫേസ് ആണ്. അതേപോലെ ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് 4ാമത്തെ ബെഡ്റൂമാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഈ ഭാഗത്താണ്.
ഇതാണ് വീടിൻ്റെ കിച്ചൺ ഭാഗം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ ഏരിയയാണ്. എല്ലാ ഭാഗത്തും കബോർഡ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ചേർന്ന പോലെ അപ്പുറത്തൊരു സ്റ്റോർ റൂമുണ്ട്. ഇതാണ് സ്റ്റോർ റൂം. നാല് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഉള്ളതുകൊണ്ട് വയസ്സായ ആൾക്കാർക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള ഒരു വീടാണ് ഈ വീട്. ഈ കിച്ചൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് വർക്ക് ഏരിയ ഉണ്ട്. വീട് നല്ല സ്പേസിയസ് ആയിട്ടാണ് ഉള്ളത്. പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളും എല്ലതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡ് നമുക്ക് വന്നിട്ട് പുറത്ത് പോകാനുള്ള ഒരു ഇരുമ്പിൾ ചെയ്ത ഡോറും ഉണ്ട്. നോർമൽ ഡോറ് വേറെയും ഉണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് ഒന്നും കൂടി പറയാം. ഈ സ്ഥലം വന്നിട്ട് നമ്മളുടെ പാലക്കാടിലെ കോങ്ങാട് ഭാഗത്താണ്. അതായത് പാലക്കാട്ടിൽ നിന്ന് കോങ്ങാട് എത്തിയിട്ട് കോങ്ങാട്ടിൽ നിന്ന് നമ്മളുടെ കടമ്പഴി പുറമൊക്കെ പോണ റൂട്ടിൽ കൂടെ കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വന്ന വഴിക്ക് പെരുങ്ങോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക. വരുന്ന വഴിയൊക്കെ അത്യാവശ്യം കുറച്ച് താറിട്ട റോഡും അതുകൂടാതെ കുറച്ച് സിമൻറ്റ് റോഡും അത്യാവശ്യം ഇത്തിരിയും മണ്ണ് റോഡും എല്ലാം മിക്സായ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളത്. ഇതിൽ വന്നിട്ട് മൊത്തം 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് പരിചയപ്പെട്ട വീട്. മൊത്തം വന്നിട്ട് 12 വർഷം പഴക്കമുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് കാണുന്ന സമയത്ത് അത്ര പഴക്കമൊന്നും തോന്നില്ല. വെട്ടുകളിൽ കെട്ടിയ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് നമ്മുടെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 80 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. ഞങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അതുപോലെ ബാങ്ക് ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോണും കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ വീടെടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.